നിങ്ങൾക്കിവിടെ ഒരു ചിഹ്നം കാണാൻ സാധിക്കും. എന്തിൻ്റെ ചിഹ്നം അത്? ഒരു തൂക്കുകയറിൻ്റെ അല്ലേ? നമ്മുടെ രാജ്യത്തൊക്കെ വധശിക്ഷ നടപ്പാക്കാറുണ്ട്. രാജ്യദ്രോഹമൊക്കെ ചെയ്തവരെ ഇതുപോലെ തൂക്കിൽ കയറ്റി കൊല്ലാറുണ്ട് അല്ലേ? വധശിക്ഷ നടപ്പാക്കുവാൻ. അതുപോലെ ചിലർ സൂയിസൈഡിന് ഇത് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും ഈ ഒരു ചിഹ്നം ഏതെങ്കിലും ആൾക്കാരത് അഭിമാനമായിട്ട് കൊണ്ടു നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും വീട്ടിൽ പെയിൻറ്റിംഗ് ആയിട്ട് വെക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ ഞാൻ അടുത്ത ഒരു ചിഹ്നം കാണിക്കാം. ഇത് നമുക്ക് ഇന്ന് കാണുമ്പം നമുക്ക് ഒരു വല്ലാത്ത പ്രശ്നം തോന്നുന്നൊരു ആയിരുന്നെങ്കിൽ, ഇപ്പം നിങ്ങളെ കാണിക്കുന്ന ഈ ചിഹ്നം നമുക്കറിയാം, കുരിശ്. ഇത് നേരത്തെ കാണിച്ച സിമ്പിളിനേക്കാളും വളരെയധികം നിന്ദിക്കപ്പെട്ടിട്ടുള്ള ഒരു സിമ്പിളായിരുന്നു ഇത്. ഈ കുരിശ് എന്ന് പറയുന്നത് കാണുന്നത് തന്നെ ആളുകൾക്ക് വളരെയധികം അറപ്പുളവാക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുന്നത്, നിന്ദിക്കുന്ന ഒരു സിമ്പിളായിരുന്നു. ഞാൻ സംസാരിക്കുന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള യേശു കർത്താവ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ കുരിശെന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ, ക്രൂശീകരണം എന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ, ഞാൻ നേരത്തെ നമ്മൾ തൂക്കുകയറെന്ന് കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്നതിലും വളരെയധികമായിട്ട് നിന്ന തോന്നുന്ന ഒരു കാര്യമായിരുന്നു. എന്നാൽ യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം തൻ്റെ ഒരു അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു: എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ഇന്ന് നമുക്കറിയാം, നമ്മൾക്ക് ഇത് പല ആരാധനാലയങ്ങളിൽ നമുക്കിത് കാണാൻ സാധിക്കും. പലരും ഇത് വീടുകളിൽ ചിഹ്നം ഉപയോഗിക്കാറുണ്ട്, ഓർണമെൻറ്റിൽ ഉപയോഗിക്കാറുണ്ട് അല്ലെ? ഒരു അഭിമാനമായിട്ട്, അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ചിഹ്നമായി ഇത് മാറി. ഇതെങ്ങനെയാണ് ഈ മാറ്റം സംഭവിച്ചതെന്ന് നമുക്കിന്ന് നോക്കാം. അതിനു മുമ്പ് നമുക്ക് ഈ ഒരു വാക്യം കൂടെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 1 കൊരിന്ത്യർ 1:18. ക്രിസ്തീയ സഭ വളർന്നു തുടങ്ങിയ കാലഘട്ടത്തിൽ, 1-ാം നൂറ്റാണ്ടിൽ 2 രീതിയിൽ ആളുകൾ ഈ ചിഹ്നത്തെ കണ്ടിരുന്നു. 1 കൊരിന്ത്യർ 1:18 ഇങ്ങനെ പറയുന്നു: ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയുമാകുന്നു. ഒരു കൂട്ടർക്ക്, അതായത് റോമാക്കാർക്ക്, ഗ്രീക്കുകാർക്ക്, യഹൂദന്മാർക്കൊക്കെയും ഇതൊരു ഭോഷത്വം, അങ്ങനത്തെ ഒരു സൈനായിരുന്നു. വളരെ അവർ വെറുത്തിരുന്നൊരു സൈനായിരുന്നെങ്കിൽ, ക്രിസ്തീയ വിശ്വാസികൾ എന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ അനുയായികൾ അവർ പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് ദൈവശക്തിയാണെന്ന്. 1 കൊരിന്ത്യർ 1:23 ഇങ്ങനെയാണ് പറയുന്നത്: ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വവുമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ഈ ക്രൂസിഫിക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രൂശീകരണം എന്ന് പറയുന്നത് വധശിക്ഷ നടപ്പാക്കാനുള്ള ഒരു രീതിയായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് ബാർബേറിയൻസിൻ്റെ ഇടയിലാണ് ആദ്യം ഉടലെടുത്തത്. ഓക്കെ, അതിനുശേഷം പിന്നീട് വന്ന ഗ്രീക്കുകാരും റോമാക്കാരും ഇത് അവരുടെ ഇടയിൽ നിന്ന് അഡോപ്റ്റ് ചെയ്ത ഒരു വധശിക്ഷ നടപ്പാക്കുന്ന രീതിയായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ക്രൂശീകരണം ആ കാലത്തിൽ ഇത്ര പോപ്പുലർ ആയതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഒരു കാരണം, ചില നമ്മൾ ന്യൂസുകൾ വായിക്കുമ്പോഴത്തേക്ക് അറിയാതെ ചിലപ്പോൾ ഇങ്ങനെ പറയാറില്ലേ, ഒറ്റയടിക്ക് കൊല്ലരുത്, ഇഞ്ചിഞ്ചായി കൊല്ലണം എന്നല്ലേ? നമ്മളുടെ ഉള്ളിലൊരു ചിലപ്പോൾ ഒരു നീതിബോധം, പെട്ടെന്ന് കൊന്നുകളഞ്ഞാൽ, വാളുകൊണ്ട് കൊന്നുകളഞ്ഞാൽ, അല്ലെങ്കിൽ വെടിവെച്ച് കൊന്നു കഴിഞ്ഞാൽ ആ വേദന അപ്പം തീരത്തില്ലേ? ആ വേദന അനുഭവിക്കണം, ആ ചെയ്ത തെറ്റിനുള്ളത് അനുഭവിക്കണം എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് ഉടലെടുത്ത ഒരു വധശിക്ഷാ രീതിയായിരുന്നു ഇത്. കാരണം എന്താണെന്നറിയാമോ? മറ്റേത് വധശിക്ഷാ രീതി ഉപയോഗിക്കുന്നതിലും അധികമായിട്ട് ക്രൂരത കാണിക്കുവാൻ ഈ ശിക്ഷാരീതിയിൽ പറ്റും. മാത്രമല്ല, ഏറ്റവും അധികം ഈ വധശിക്ഷ നടപ്പാക്കുന്ന സമയമില്ലേ, അത് പ്രൊലോങ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അല്ലേ? വാളുകൊണ്ട് തല വെട്ടുകയാണെങ്കിൽ അതങ്ങ് വെട്ടുകയാണ് അല്ലേ? അല്ലെങ്കിൽ തീയിലോട്ട് ഇടുകയാണെങ്കിൽ അവിടെ കുറച്ച് സമയത്തിനുള്ളിൽ കത്തിത്തീരുകയാണ്. പക്ഷേ ക്രൂശീകരണം എന്ന് പറയുന്നത് വേണമെങ്കിൽ 2-3 ദിവസം വരെ നീട്ടിക്കൊണ്ട് പോകാൻ, ഇഞ്ചിഞ്ചായിട്ട് വേദനിപ്പിച്ച്, അങ്ങനെ പരിഹസിച്ച്, നിന്ദിച്ച്, ക്രൂരത കാണിക്കാൻ പറ്റിയൊരു പ്രൊസീജിയർ ആയിരുന്നത് കൊണ്ട്
അങ്ങനെയുള്ള ക്രിമിനൽസിന് വേണ്ടി ഡിസൈൻ ചെയ്തെടുത്തത്. അതായത് ഏറ്റവും വലിയ കുറ്റങ്ങൾ ചെയ്യത്തില്ലേ, അവർക്ക് വേണ്ടിയിട്ട് ബർബരന്മാർ തയ്യാറാക്കിയ വന്ന ഒരു വധശിക്ഷാ രീതി. അത് ഗ്രീക്കുകാരും പിന്നീട് റോമാക്കാരും ഇതങ്ങ് അഡോപ്റ്റ് ചെയ്തു. നമുക്കറിയാവുന്ന പോലെ യേശുവിൻ്റെ കാലത്ത് ഏറ്റവും ശക്തമായിരുന്ന റോമൻ പട്ടാളം ഇത് വളരെ വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു രീതിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് ഏറ്റവും ക്രൂരത കാണിക്കാൻ പറ്റും, ഡിലേഡ് ഡെത്തും ചെയ്യാൻ പറ്റും. പക്ഷെ ഇതെല്ലാവരുടെ മേലും ഇവരിത് പ്രയോഗിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് റോമൻ സിറ്റിസൺസ്, റോമൻ പൗരത്വമുള്ളവരില്ല, അവരുടെ ആൾക്കാരെ ഒരിക്കലും എത്ര വലിയ ക്രൂരത അല്ലെങ്കിൽ തെറ്റ് ചെയ്താലും അവർക്ക് ഈ ക്രൂശീകരണം കൊടുക്കില്ല. കാരണം അത് അത്ര നിന്ദ്യമായിട്ട് കണ്ടിരുന്നതാണ്. ഞാൻ നിങ്ങളെ ഒരു പിക്ചർ കാണിക്കാം. ഈ പിക്ചറിൻ്റെ പേര് അലക്സാമിനോസ് ഗ്രാഫിറ്റി എന്നാണ്. അലക്സാമിനോസ് ഗ്രാഫിറ്റോ. ഓക്കെ, ഗ്രാഫിറ്റി പ്ലൂറലാണ് ഗ്രാഫിറ്റോ. ഗ്രാഫിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഭിത്തിയിലൊക്കെ ഇങ്ങനെ പടം വരയ്ക്കത്തില്ലേ, അതിനെയാണ് ഗ്രാഫിറ്റി. ഒരു കലാരൂപമായിട്ട് അത് നമ്മൾ പറയാറുണ്ട്. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഈ ആൾക്കാർ ചില ഭിത്തി കണ്ട ഉടനെ ഇങ്ങനെ വരച്ചു വെക്കുന്നവരൊക്കെ ഇല്ലേ, അല്ലെങ്കിൽ പൂറി വെക്കുന്നവർ. ഓക്കെ, ഇതൊരു ഗ്രാഫിറ്റിയാണ്. ഇത് 1857 റോമിലെ പലാറ്റിൻ ഹിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ആർക്കിയോളജിസ്റ്റുകൾ ഇങ്ങനെ അന്വേഷിച്ചിങ്ങനെ ചെന്നപ്പം അവിടെ ഒരു ബിൽഡിങ്ങിൽ ഇങ്ങനെ വരച്ചു വെച്ചിരുന്ന അല്ലെങ്കിൽ ഗ്രാഫിറ്റി, അതായത് ഇങ്ങനെ കോറി ഇങ്ങനെ ഉണ്ടാക്കിയേക്കുന്ന ഒരു പിക്ചറായിരുന്നു അത്. ആ പിക്ചർ അവരെടുത്ത് ഇന്ന് റോമിലെ പലാറ്റിൻ എന്ന് പറഞ്ഞ സ്ഥലത്തെ മ്യൂസിയത്തിൽ ഇത് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു ക്രോസിൽ ഒരു വ്യക്തി കിടക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ആ കിടക്കുന്ന ആളുടെ തലയുടെ ഭാഗത്ത് എന്താ നിങ്ങൾ കാണുന്നത്? ഒരു മനുഷ്യൻ്റെ തലയല്ല, ഒരു കഴുതയുടെ തലയാണ് വെച്ചിരിക്കുന്നത്. ഒരു വ്യക്തി ഇങ്ങനെ വേർഷിപ്പ് ചെയ്യുന്ന പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ അടിയിൽ ഗ്രീക്ക് ഭാഷയിൽ എഴുതി വെച്ചേക്കുന്ന ചില വാക്കുകൾ കാണാം. അത് ഗ്രീക്ക് ഭാഷ, അത് തർജ്ജിമ ചെയ്താൽ ഇങ്ങനെയാണ് അത് എഴുതിയേക്കുന്നത്: അലക്സാമെനോസ്, ഒരു വ്യക്തിയുടെ പേരാണ്. അലക്സാമെനോസ് വേർഷിപ്സ് ഹിസ് ഗോഡ് എന്നാണ് എഴുതിയേക്കുന്നത്. താഴെ എഴുതിയേക്കുന്നത് അലക്സാമെനോസ് വേർഷിപ്സ് ഹിസ് ഗോഡ്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞു ആ ഭിത്തിയുടെ ഒരു പോർഷനിൽ വരച്ചിട്ടിരുന്ന കാര്യമാണ്. ഇത് എവിടെ നിന്നാണ് കണ്ടെത്തിയെന്നറിയാമോ? ഇത് ഒരു പെഡഗോഗിയം എന്ന് പറയും, അതായത് ഒരു സ്കൂള് പോലത്തെ അല്ലെങ്കിൽ റോമൻ കുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥലത്ത് ഒരു കുട്ടി തൻ്റെ സഹപാഠിയെ കളിയാക്കുവാനായിട്ട് വരച്ച ചിത്രമാണിത്. ഓക്കെ, സ്കൂളിലൊക്കെ ബുള്ളിങ് നടക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ അലക്സാമിനോസ് എന്ന് പറഞ്ഞ ഒരു കുട്ടിയെ കളിയാക്കാൻ വരച്ചേക്കുന്ന അലക്സാമിനോസ് തൻ്റെ ദൈവത്തെ ആരാധിക്കുന്നു. അതായത് കഴുതയുടെ രൂപമുള്ള അല്ലെങ്കിൽ കഴുതയുടെ തലയാണ് വെച്ചു കൊടുത്തേക്കുന്നത്. ഇതിനെ നിന്ദിച്ച് വരച്ചേക്കുന്നതാണ്. ഓക്കെ, കളിയാക്കി വരച്ചേക്കുന്നതാണ്. ഇതിന് പറയുന്ന പേരെന്താണ്? അലക്സാമെനോസ് ഗ്രാഫിറ്റി. ഈ പിക്ചറിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു ക്രൂസിഫൈഡ് ആയിട്ടുള്ള ജീസസിൻ്റെ പല പിക്ചേഴ്സും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഡേറ്റ് ചെയ്തിരിക്കുന്നത് AD 90-നും 200-നും ഇടയ്ക്ക്. സോ ഇത് എക്സാക്റ്റ് അല്ലെങ്കിലും ഞാൻ പറയാം, യേശുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ ഒരു പിക്ചർ കളിയാക്കിയാണ് വരച്ചിരിക്കുന്നെങ്കിൽ പോലും ആദ്യമായിട്ട് അങ്ങനെ ഒരു പിക്ചർ വരുന്നതിൻ്റെ ഒരു പിക്ചറായത്. ഓക്കെ, ഇത് പരിഹസിച്ചാണ് വരച്ചേക്കുന്നെങ്കിലും ഇതിന് ഒത്തിരി ഹിസ്റ്റോറിക്കൽ വാല്യൂ ഉണ്ട്. കാരണം ആ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികൾ യേശുവിനെ ആരാധിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ്, യേശു ക്രൂശിക്കപ്പെട്ടിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ്. ഓക്കെ, അലക്സാമിനോസിൻ്റെ ദൈവം അല്ലേ, അലക്സാമിനോസ് ആരാധിക്കുന്ന ദൈവം. സോ ഇത് രണ്ട് കാര്യങ്ങളാണ് നമ്മളെ കാണിച്ചു തരുന്നത്. ഒന്ന്, റോമാക്കാർ അവരുടെ ആറ്റിറ്റ്യൂഡ് ഇത്ര പുച്ഛത്തോടെയായിരുന്നു അല്ലേ, ആ ക്രൂശിൽ കിടക്കുന്ന കഴുതയുടെ തല. അതൊക്കെ പുച്ഛവും നിന്ദയുമാണ്. അവർ എന്തോരം കണ്ടംപ്റ്റോടെയാണ് ക്രൂശിനെ കണ്ടിരുന്നതെന്നുള്ളതും. അപ്പോൾ തന്നെ ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് ആരാധിച്ചിരുന്നത്, രണ്ട് ആംഗിളിൽ ഇത് ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
റോമാക്കാർ നിന്ദിച്ച ഒരു കാര്യം. പക്ഷേ ഇനിയും യഹൂദന്മാരെ നമുക്കറിയാം, യേശുവും ശിഷ്യന്മാരും എല്ലാം യഹൂദന്മാരായിരുന്നു. പക്ഷേ യഹൂദന്മാരുടെ ഇടയിലും ക്രൂശീകരണത്തെ അവർ വളരെ നിന്ദിക്കപ്പെട്ട ഒരു മരണമായിട്ടാണ് കണ്ടിരുന്നത്. കാരണം ആവർത്തനം 21:23 മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവെന്നുള്ളൊരു വചനമുണ്ടല്ലോ. അത് വെച്ചിട്ട് അവർ മരത്തിൽ തൂങ്ങിക്കിടന്ന അതിനെ ആ ഒരു ടൈപ്പ് ഓഫ് ഡെത്തിനെ ഭയങ്കര നിന്ദിക്കപ്പെട്ട രീതിയിലാണ് കണ്ടിരുന്നത്. പക്ഷേ റോമാക്കാർ യഹൂദന്മാരുടെ നാട്ടിൽ പ്രവേശിച്ച കാലത്ത് ഇവർ ക്രൂശീകരണം ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. അതായത് യഹൂദന്മാരുടെ ഇടയിൽ തന്നെ റോമൻ ഇവരെ അധിനിവേശം ചെയ്യുമ്പോഴത്തേക്ക് അവരെ റിബല് ചെയ്യാൻ നോക്കിയ, അല്ലെങ്കിൽ അവർക്കെതിരായി നിന്ന് കുറേ അധികം പേരെ വഴിനീള ക്രൂശിച്ചിട്ടുണ്ട് റോമാക്കാർ. സോ ഇത് യേശുവിൻ്റെ കാലത്ത് പരസ്യമായിട്ട് റോമാക്കാർ ചെയ്തിരുന്ന മറ്റു ആൾക്കാരെ, റോമാക്കാരെ ചെയ്യില്ല, ബാക്കിയുള്ള ആൾക്കാരെ, റോമൻ ഭരണകൂടത്തിനെതിരെ നിൽക്കുന്നവരെ, വലിയ ക്രിമിനൽ കുറ്റം ചെയ്തവരെ പരസ്യമായി ആളുകൾക്ക് കാണാൻ വേണ്ടി അത്ര സമയമെടുത്ത് ക്രൂരമായി ചെയ്തിരുന്ന ഒരു കാര്യമാണ് ഈ ക്രൂശീകരണം എന്ന് പറയുന്നത്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ലേഖനം എഴുതുമ്പോൾ ക്രിസ്തീയ സഭയുടെ ഒരു വിശ്വാസ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇങ്ങനെ എഴുതി, 1 കൊരിന്ത്യർ 15:3-4, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി. ഒരു ക്രിസ്തു വിശ്വാസിയുടെ വിശ്വാസം അല്ലേ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത് എന്നുള്ളത്. ഇങ്ങനെയാണ് പറയുന്നത്, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അവരുടെ സെൻട്രൽ തീമായിരുന്നു. അവരുടെ സംസാരത്തിൽ, അവരുടെ ഫെയ്ത്തിൽ, അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു ഈ ഒരു കാര്യം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം അത് എങ്ങനെയായിരിക്കും പ്രൊസീഡ് ചെയ്തതെന്നല്ലേ. ക്രൂശീകരണം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, അത് ടൈം എടുത്ത് ചെയ്യുന്നതാണ് അല്ലേ. ഏറ്റവും വേദനിപ്പിച്ച് കൊല്ലണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ചെയ്യുന്നൊരു പ്രൊസീജിയറാണ് ക്രൂശീകരണം എന്ന് പറയുന്നത്. ഈ ക്രൂശീകരണം തുടങ്ങുന്നത്, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചാട്ടവാറടിയാണ്. ഓക്കെ, ചാട്ടവാറടി. പക്ഷേ ചാട്ടവാറടി ക്രൂശീകരണത്തിൻ്റെ ഭാഗമല്ലാതെയും ചെയ്തിരുന്നു എന്ന് മനസ്സിലാക്കണം. അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ശിക്ഷയായിട്ടും ചാട്ടവാറടി കൊടുത്തിരുന്നു. പക്ഷെ അത് 3 ടൈപ്പ് ചാട്ടവാറടികളുണ്ട്. ഒന്നാമത്തെ ഒരു ടൈപ്പ് ഓഫ് അടിയാണ്, അതിൻ്റെ ലാറ്റിൻ പേര് ഇങ്ങനെയാണ്, ഫിസ്റ്റിഗാഷ്യോ എന്ന് പറയും. ഫിസ്റ്റിഗാഷ്യോ എന്ന് പറഞ്ഞാൽ വെറുതെ അടിക്കുക. അതായത് ചെറിയ അനുസരണക്കേടുകൾ, ചെറിയ നിയമങ്ങളൊക്കെ തെറ്റിക്കുമ്പം ആളുകളെ അനുസരണത്തിലോട്ട് കൊണ്ടുവരുവാൻ, ഡിസൊബീഡിയൻസിനുള്ള ശിക്ഷയായിട്ട്. ചെറുതെന്ന് പറഞ്ഞാൽ അവരുടെ രീതിയിൽ ചെറുത്. ഓക്കെ, അങ്ങനത്തെ അടി കൊടുക്കുന്നതിനാണ് ഫിസ്റ്റിഗേഷ്യോ എന്ന് പറയും. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കോല് കൊണ്ടായിരിക്കാം, കുറച്ച് വലിയ വടി കൊണ്ടായിരിക്കാം. അങ്ങനത്തെ അടികൾ കൊടുക്കും. അത് ഒരു ടൈപ്പ്, ഏറ്റവും കുറഞ്ഞ ഡിഗ്രി കുറഞ്ഞ അടി. അതും റോമൻ പടയാളിയുടെ കെട്ടുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല വേദന എടുക്കും. ഡിസിപ്ലിൻ ചെയ്യാനായിട്ട് ഇത് ഉപയോഗിച്ചിരുന്നു. ഓക്കെ, അങ്ങനത്തെ അടികളുണ്ട്. രണ്ടാമത്തെ ഒരു ടൈപ്പാണ് ഫ്ലജല്ലേഷ്യോ എന്ന് പറയും. ഫ്ലജല്ലേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ചാട്ടവാർന്ന് കാണിക്കാമോ മോളെ? അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ വടിയല്ല, അതിൽ യൂസ് ചെയ്യുന്നത് ലെതർ ബെൽറ്റുകളാണ്. ഓക്കെ, ഇതല്ല. ഓക്കെ, ഇതിൽ കുറച്ചും കൂടെ സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ വെറുതെ ലെതർ ബെൽറ്റുള്ള അടി, അതിന് ആ ടൈപ്പ് അടി എന്തിനാണ് കൊടുക്കുന്നത്? കുറച്ചും കൂടെ കൂടിയ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തവർ. എന്നാൽ അവരെ കൊല്ലണ്ട, പക്ഷെ അത്യാവശ്യം നന്നായിട്ട് മുറിവേൽപ്പിക്കണം. അടിച്ച് ചിലപ്പോൾ അവരുടെ തൊലി പൊട്ടും. ഓക്കെ, രക്തം നന്നായിട്ട് വരും. കാര്യമായിട്ടുള്ള ഒരു ശിക്ഷ കൊടുക്കണം. എന്നാൽ കൊല്ലണ്ടെന്നുള്ളപ്പം ഈ രണ്ടാമത്തെ ടൈപ്പ് അടിയാണ് കൊടുക്കുന്നത്, ലെതർ ബെൽറ്റുകൾ കൊണ്ടുള്ള അടി. എന്നാൽ മൂന്നാമത്തെ ടൈപ്പാണ്, അതായത് ക്രൂശീകരണത്തിന് മുമ്പ് കൊടുക്കുന്ന ഒരു ടൈപ്പ് അടിയാണ് വെർബറേഷ്യോ എന്ന് പറയും. വെർബറേഷ്യോയിലാണ് ഈ ലെതർ ബെൽറ്റിൻ്റെ അകത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ ചിലപ്പം ഷാർപ്പായിട്ടുള്ള എല്ലിൻ കഷ്ണങ്ങൾ, അതുപോലെ മെറ്റൽ ലോഹ കഷ്ണങ്ങൾ, ഈ കട്ടകൾ, ഇങ്ങനത്തെയൊക്കെ ചേർത്ത് വെക്കും. കൂർത്ത അറ്റവും കാണും. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ ടൈപ്പ്. ഇതിൻ്റെ പേര് വെർബറേഷ്യോ. ഇത് ഉപയോഗിക്കുമ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് പ്രത്യേക രീതിയിലാണ് അടിക്കുന്നത്. ഇത് അടിക്കുന്നതിന് മുമ്പ് അടിക്കുന്ന ആളെ ഒരു തൂണിലോട്ട് ചേർത്ത് ബന്ധിക്കും.
അതായത് കൈകൾ പിന്നെ അനങ്ങരുത്, അയാൾക്ക് പിന്നെ അനങ്ങാൻ പറ്റരുത്. ഓക്കെ, യേശു കർത്താവിനെ അടിച്ച അടിയാണ്. സോ ഈ അങ്ങനെ തിരിഞ്ഞിട്ട് പുറത്തടിക്കാൻ തുടങ്ങുമ്പോൾ പുറത്ത്, ബാക്കിൽ, കാലുകൾ വരെ ഇങ്ങനെ അടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരു പോസ്റ്റിൽ കെട്ടി അനങ്ങാൻ പറ്റത്തില്ല. പുറത്താണ് ഈ അടിയെല്ലാം കൊള്ളുന്നത്. ഉഴവു ചാൽ പോലെ പുറം കീറുന്ന അല്ലേ. സോ ഇങ്ങനെ പിടിച്ചിട്ട് ഈ അടിക്കുമ്പോഴത്തേക്ക് ഈ ഈയക്കട്ടകൾ അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള മെറ്റൽ ബോണിൻ്റെ കഷ്ണങ്ങളൊക്കെ പുറത്തിറങ്ങിയിട്ട് അത് വലിച്ചെടുക്കുമ്പം പലപ്പോഴും സംഭവിക്കുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രക്തം വല്ലാതെ വാർന്നൊഴുകും. അത് മാത്രമല്ല, ചില സമയത്ത് ഈ എല്ലുകൾ, ശരീരത്തിൻ്റെ ഉള്ളിലെ അവയവങ്ങളൊക്കെ തുറന്നു വരുന്ന ഒരു അവസ്ഥകളുണ്ട്. ചില സന്ദർഭങ്ങളിൽ അവിടെ വെച്ച് തന്നെ ഈ തെറ്റ് ചെയ്തവർ ബോധം കെട്ട് വീഴാറുണ്ട്, അവിടെ മരിച്ചു പോകുന്നവരുമുണ്ട്. പക്ഷെ യേശുവിൻ്റെ കേസിൽ യേശുവിനെ ഈ ചാട്ടവാറടിയിൽ കൂടെ, പ്രൊസീജിയറിൽ കൂടെ പോയി. ഓക്കെ, പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, പൊന്തിയോസ് പിലാത്തോസ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ചാട്ടവാർ അടുപ്പിച്ച് വിട്ടാൽ മതിയോ എന്ന്. അതായത് യേശുവിനെതിരെ വളരെ ദേഷ്യത്തോട് നിൽക്കുന്ന യഹൂദ സമൂഹത്തിന്, അവനെ കൊല്ലാൻ നിൽക്കുന്നവർക്ക് ഈ ചോര ഒഴുകുന്ന കണ്ടാലെങ്കിലും തൃപ്തിയാവുമല്ലോ, അത് അടിച്ചിട്ട് വിടാമെന്നൊക്കെ പിലാത്തോസിൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ അവർ സമ്മതിച്ചില്ല, അവനെ ക്രൂശിക്കായെന്ന് വിളിച്ചു പറയുകയാണുള്ളത്. പക്ഷെ ഇതും ക്രൂശീകരണത്തിൻ്റെ ഒരു ഭാഗമാണ്. ക്രൂശീകരണത്തിൻ്റെ മറ്റൊരു ഭാഗമാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് പബ്ലിക്കായിട്ട് ചെയ്യുള്ളൂ. ക്രൂശീകരണം എന്ന് പറയുന്നത് ക്രൂശിച്ച ആളെ റോഡിലുമേ ഇടത്തുള്ളൂ, എല്ലാവരും കടന്നു പോകുന്നവർക്കെല്ലാം കാണാം. കാരണം എന്നാന്ന് വെച്ചാൽ, ഇനി ഒരാൾ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പബ്ലിക് ഡിസ്പ്ലേ ആയിട്ട് വെക്കുന്നത്. ഓക്കെ, അങ്ങനെ ഇട്ടുമ്പോഴത്തേക്ക് ഇതിൽ ക്രൂശീകരണത്തിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഈ കുറ്റവാളിയുടെ മാനസികാവസ്ഥ ഏറ്റവും തകർക്കുന്ന രീതിയിൽ ഒരു ഭാഗമാണ് അവരെ പരിഹസിക്കുക എന്നുള്ളത്. ഓക്കെ, അതൊരു ക്രൂശീകരണം എന്ന് പറയുന്നത് ഈ ഒരു പ്രൊസീജിയർ ആക്ച്വലി ഡിസൈൻ ചെയ്യും. അതാരാണെന്ന് അറിയാമോ? ഈ റോമൻ പട്ടാളക്കാരാണ് യേശുവിൻ്റെ ക്രൂശീകരണം ചെയ്യുന്നത്. അവർക്കായിരുന്നില്ല ക്രൂശീകരണം ആവശ്യം. യഹൂദന്മാരുടെ നിർബന്ധത്തിന് പൊന്തിയോസ് പിലാത്തോസ് ക്രൂശീകരിക്കാൻ വിധിച്ചപ്പം റോമൻ പട്ടാളക്കാരാണ് ഈ ക്രൂശീകരണം നടത്തുന്നത്. ഇത് ഡിസൈൻ ചെയ്യുന്ന ഒരാളുണ്ട്, അതാണ് ഒരു ശതാധിപനും ഉണ്ടാകും. അദ്ദേഹം പറയുന്ന പോലെ ആയിരിക്കും ക്രൂശീകരണത്തിൽ. എല്ലാവർക്കും എക്സാക്ട്ലി സിമിലർ ആയിരിക്കണമെന്നില്ല, പല രീതിയിൽ ഇത് ചെയ്യും. ഓക്കെ, യേശുവിനെ അങ്ങനെ ചെയ്തതിൽ ഒരു ഭാഗമായിരുന്നു പരിഹസിക്കുക എന്ന് പറയുന്നത്. അതായത് എന്താ പറയുന്നത്, അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാവേ. അതായത് യേശുവിനെ പബ്ലിക്കായിട്ട് പരിഹസിക്കുന്ന ഒരു ഭാഗമാണ്. അവൻ്റെ വസ്ത്രം അഴിച്ച് ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു, മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞ് അവൻ്റെ തലയിൽ വെച്ചു, വലം കൈയിൽ ഒരു കോലും കൊടുത്തു, അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി, യഹൂദന്മാരുടെ രാജാവേ, ജയ ജയ എന്ന് പരിഹസിച്ചു പറഞ്ഞു. പിന്നെ അവൻ്റെ മേൽ തുപ്പി കോലെടുത്ത് അവൻ്റെ തലയിൽ അടിച്ചു. അവനെ പരിഹസിച്ചു തീർന്നപ്പോൾ മേലങ്കി നീക്കി അവൻ്റെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ചു, ക്രൂശിപ്പാൻ കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു, ഈ പരിഹസിക്കുക എന്ന് പറയുന്നത് അതെന്തോ ഒരു മോക്ക് ഡ്രാമ പോലെ ചെയ്യുന്നതാണ്. ഇവിടെ എന്താണ് യേശുവിനെ ചെയ്യുന്നത്? അതായത് യേശുവിൻ്റെ മേൽ വന്നേക്കുന്ന കുറ്റം, അല്ലെങ്കിൽ ആ കള്ളക്കുറ്റം ചാർത്തിയത് എന്തായിരുന്നു? യേശു, അതായത് റോമാക്കാർ ക്രൂശീകരിക്കാൻ വിധിക്കണമെങ്കിൽ രാജ്യദ്രോഹ കുറ്റം പോലത്തെ കുറ്റം ചെയ്യണം. അപ്പം യേശുവിന് അവസാനം യേശുവിൻ്റെ മേൽ വന്ന കുറ്റം എന്താണെന്ന് വെച്ചാൽ, യേശു കൈസറിന്, അതായത് റോമൻ ചക്രവർത്തിക്ക് ചുങ്കം കൊടുക്കരുത് എന്ന് പഠിപ്പിച്ചു എന്ന് പറഞ്ഞു. രണ്ടാമത്തെ വന്നത് യഹൂദന്മാരുടെ രാജാവ് ഞാനാണ് എന്ന് പറഞ്ഞു എന്നുള്ളത്. നിങ്ങൾക്ക് സുവിശേഷ ഭാഗങ്ങൾ വായിച്ചിട്ടുള്ളപ്പോൾ ഉള്ളവർക്ക് അറിയാം, യേശുവിൻ്റെ അടുക്കൽ ഒരിക്കൽ ഒരു നാണയവുമായിട്ട് യേശുവിൻ്റെ അടുക്കൽ യേശുവിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പരീശന്മാരും ശാസ്ത്രിമാരും വന്നിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, കൈസർക്ക് ഞങ്ങൾ ചുങ്കം കൊടുക്കണമോ? നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇവർ യഹൂദന്മാരെ റോമാക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അവർക്ക് റോമാക്കാരെ ഇഷ്ടമല്ല ഉള്ളുകൊണ്ട്, പക്ഷെ നിവർത്തികേട് കൊണ്ട് അനുസരിച്ച് നിൽക്കുകയാണ്. പറയാണ്, കൈസർക്ക് ഞങ്ങൾ ചുങ്കം കൊടുക്കണമോ? പക്ഷെ യേശു കൊടുത്ത മറുപടി നമുക്കറിയാവുന്നതാണ്. യേശു പറഞ്ഞു, ഒരു നാണയം കൊണ്ടുവാ.
അവരുപയോഗിക്കുന്ന ആ നാണയം കൊണ്ടുവന്നപ്പോൾ യേശു ചോദിച്ചു, ഇതിൻ്റെ മേലെഴുത്ത്, ഇതിൽ കാണുന്ന പിക്ചർ ആരുടെയാന്ന് ചോദിച്ചപ്പോൾ കൈസറുടെയാന്ന് പറഞ്ഞപ്പോൾ യേശു കൊടുത്ത മറുപടി എന്താ? കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കാനാണ് പറഞ്ഞത്. പക്ഷേ കള്ളസാക്ഷികളെ ഉണ്ടാക്കിയിട്ട് അവർ പറഞ്ഞു കൈസർക്ക് കരം കൊടുക്കരുത്, അല്ലെങ്കിൽ കൈസർക്കെതിരെ ഒരു റിവോൾട്ട് ഉണ്ടാക്കാനായിട്ട് യഹൂദന്മാരെ പ്രേരിപ്പിക്കുകയാണ്. ഞാൻ യഹൂദന്മാരുടെ രാജാവാണെന്ന് യേശു പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞത്, ഇതാണ് യേശുവിൻ്റെ കുറ്റസംഗതി, ഇതാണ് യേശുവിൻ്റെ ക്രൈം എന്ന് പറയുന്നത്. ഞാൻ യഹൂദന്മാരുടെ രാജാവാണെന്ന് യേശു പറഞ്ഞു എന്നുള്ളത്. അപ്പോൾ ആ കുറ്റത്തെ പരിഹസിക്കാനാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. എന്തൊക്കെയാണ് അവർ ചെയ്തത്? രാജാവല്ലേ. അപ്പം ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ യേശുവിൻ്റെ ആ സാധാരണ ഡ്രസ്സ് അങ്ങ് മാറ്റിയിട്ട് രാജാക്കന്മാരൊക്കെ ധരിക്കുന്നത് പോലത്തെ ഒരു ചുവന്ന മേലങ്കി ഇടിയിപ്പിച്ചു അല്ലേ. രാജാവിന് കിരീടം വെക്കണമല്ലോ, അതിന് യേശുവിനെ പരിഹസിക്കാനാണ്, ഒരു കളിയാക്കലിൻ്റെ ഭാഗമായിട്ടാണ് യേശുവിനെ എന്ത് ചെയ്തത്? നല്ല കൂർത്ത മുള്ളുകൾ കൊണ്ടുള്ള ഒരു കിരീടം ഉണ്ടാക്കിയിട്ട് കൈസർ കിരീടം വെക്കും, അതുപോലെ നീയും കിരീടം വെക്കുന്നു പറഞ്ഞ് പരിഹസിച്ചുകൊണ്ടാണ് യേശുവിൻ്റെ തലയിൽ മുൾക്കിരീടം വെക്കുന്നത്. കൈസറിന് ചെങ്കോലുണ്ടല്ലേ, ആ ചെങ്കോല് പിടിക്കാൻ പറഞ്ഞൊരു കോല് കൈ കൊടുത്തു, കോല് കൊണ്ട് തലക്കിട്ടും അടിച്ചു യേശുവിനെ. എങ്ങനെയൊക്കെ പരിഹസിക്കുന്നതെന്ന് നോക്കിക്കേ. ഓക്കെ, അടുത്ത എന്താ ചെയ്തത്? രാജാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തു അല്ലേ. ഇവര് കളിയാക്കിയിട്ട് മുട്ടുകുത്തി യേശുവിൻ്റെ മുമ്പിൽ. എന്നിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താ ചെയ്തത്? യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെന്ത് ചെയ്തെന്നാ പറയുന്നത്? യേശുവിനെ തുപ്പി, മുഖത്ത് തുപ്പി. സാധാരണ രാജാക്കന്മാരുടെ മുമ്പിൽ മുട്ടുമടക്കി കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന കാര്യമാണ്, ഒന്നുകിൽ കൈകളിൽ ചുംബിക്കും, ഇല്ലെങ്കിൽ പാദത്തിൽ ചുംബിക്കും. പക്ഷേ ഇവർ യേശുവിനെ പരിഹസിച്ച് മുൾക്കിരീടവും വെച്ച് കോലും പിടിപ്പിച്ച് ഈ ഡ്രസ്സും ഇടിയിച്ചിട്ട് മുട്ടുകുത്തിയിട്ട് നേരെ മുഖത്തോട്ട് തുപ്പി. അത് ഏൻഷ്യൻറ്റ് റോമൻ കൾച്ചറിലാണെങ്കിലും ജൂയിഷ് കൾച്ചറിലാണെങ്കിലും അല്ല, ഇന്നത്തെ നമ്മുടെ സംസ്കാരത്തിലാണെങ്കിലും ഒരാളുടെ നേർക്ക് തുപ്പുക, അതും ഒന്ന് ആലോചിക്കുക, മുഖത്ത് തുപ്പുകയാണ്. പരിഹസിക്കാവുന്നതിൻ്റെ അങ്ങനെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് മുഖത്ത് തുപ്പുകയാണ്. റോമൻ പടയാളികളുടെ തുപ്പലുകൾ വീണ് ഒഴുകാൻ തുടങ്ങി. അതാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും ക്രൂരം, ഏറ്റവും നിന്ദ്യം, ഏറ്റവും നീട്ടിക്കൊണ്ടു പോകാവുന്ന ഇതാണ് യഹൂദന്മാര് യേശുവിന് വേണമെന്ന് ഡിമാൻഡ് ചെയ്തത്. അവനെ ക്രൂശിക്കണം, അവനെ ക്രൂശിക്കണം എന്ന് പറഞ്ഞത് അല്ലേ. അപ്പം അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്തത്? യേശുവിനെ ഒരു ക്രോസിൻ്റെ പാറ്റബോളിയം എന്ന് പറയേണ്ട ഒരു ഭാഗം ചുമന്നുകൊണ്ട് നടത്തിച്ച് യേശുവിനെ ഗോൽഗോത്തയിൽ കൊണ്ടുവന്ന് നമുക്കറിയാവുന്നതുപോലെ അവൻ്റെ കൈകളിൽ ആണിതറച്ചു, കാലിൽ ആണിതറച്ചു, അവനെ അവിടെ ക്രൂശിക്കുവാൻ ഇടയായി അല്ലേ. അവിടെ ഒരു പബ്ലിക് ഡിസ്പ്ലേ ആയിട്ട് അല്ലേ. ഇങ്ങനെയാണ് പറയുന്നത്. ആക്ച്വലി ക്രൂശീകരണ സമയത്തൊക്കെ അവർ നഗ്നരായിരിക്കും, അവരുടെ ശരീരത്തിൽ ഇങ്ങനെ ദേഹത്തു നിന്ന് മാംസങ്ങൾ അടർന്നു കിടക്കുമായിരിക്കും. അങ്ങനെ ഒരു പിക്ചറൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലേ. അത്ര ഇതായിട്ട് പബ്ലിക്കായിട്ട് കടന്നു പോകുന്നവർ തലകുലുക്കി ചിരിച്ചെന്നാണ് പറയുന്നത്. കാരണം മറ്റൊരു കാരണം കൂടെയുണ്ട്. യേശുവിൻ്റെ ക്രൂശിൻ്റെ മുകളിൽ യേശുവിൻ്റെ കുറ്റസംഗതി, അത് ക്രൂശീകരിക്കുന്ന ആളെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അവരെന്താണോ തെറ്റ് ചെയ്തത്, ഈ ക്രൂശീകരിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു പടയാളി ഇതിങ്ങനെ മുമ്പിൽ പിടിച്ചുകൊണ്ട് പോയി. എന്തായിരുന്നു ഇവരുടെ കുറ്റം എന്ന്. യേശുവിൻ്റെ കാര്യത്തിലും അത് അങ്ങനെ തന്നെ ചെയ്തു. ഒരു ബോർഡിൽ യേശു ചെയ്ത കുറ്റം അത് എഴുതി യേശുവിൻ്റെ ക്രൂശിൻ്റെ മുകളിൽ അവർ ഒട്ടിച്ചു വെച്ചിരുന്നു അല്ലേ, അല്ലെങ്കിൽ തറച്ചു വെച്ചിരുന്നു. 3 ഭാഷകളിൽ എഴുതിയ യേശുവിൻ്റെ കുറ്റം. എബ്രായ ഭാഷയിൽ, റോമൻ ഭാഷയായ ലാറ്റിൻ ഭാഷയിൽ, ജനങ്ങളുടെ ഭാഷയായ ഗ്രീക്ക് ഭാഷയിൽ, 3 ഭാഷയിൽ സകലർക്കും മനസ്സിലാക്കാൻ ഈ ഭാഷകളിൽ 3ലുമായിട്ട് എഴുതി അങ്ങോട്ട് വെച്ചു. എന്തായിരുന്നു എഴുതിയ കുറ്റം? നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവ്. ഇത് എഴുതി വെച്ച് കഴിഞ്ഞപ്പോൾ പരീശന്മാരും ശാസ്ത്രിമാരും റിലീജിയസ് ലീഡേഴ്സും എല്ലാം ഓടിച്ചെന്നിട്ട് പറഞ്ഞു അത് ശരിയാവില്ല എന്നവൻ പറഞ്ഞു എന്നും കൂടെ ചേർക്കണമെന്ന് പറഞ്ഞപ്പോൾ പീലാത്തോസ് പറഞ്ഞു എഴുതിയത് എഴുതി. നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവ്, അത് ആ ബോർഡും വെച്ച്
ആ ഗോൽഗോത്തായിലെ 2 കള്ളന്മാരുടെ നടുവിൽ പബ്ലിക്കായിട്ട് യേശു കടന്നു അല്ലേ. അപ്പം ആ ലോകത്തിൽ എന്താ പറയുന്നത്, ഒരു വ്യക്തി ഒരു വീട്ടിൽ ക്രൂശിക്കപ്പെട്ട വ്യക്തി ആ ഭവനത്തിലുണ്ടെന്ന് പറഞ്ഞാൽ ആ ഭവനം ഏറ്റവും നിന്ദിക്കപ്പെട്ടു അല്ലേ, ഏറ്റവും നാണക്കേടാണ്. അങ്ങനെ ഒരു പബ്ലിക്കായിട്ട് നാണക്കേടായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ടാണ് അലക്സാമിനോസിൻ്റെ ദൈവം ക്രൂശിക്കപ്പെട്ട ദൈവത്തെ പരിഹസിച്ച് ഒരു കഴുതയുടെ തല വരച്ചു വെച്ചത്. മനസ്സിലാകുന്നുണ്ട്? റോമാക്കാർക്ക് ഇത് ഭോഷത്വമായിരുന്നു, ഗ്രീക്കുകാർക്ക് ഇത് ഭോഷത്വമായിരുന്നു, യഹൂദന്മാർക്ക് ഇത് ഇടർച്ചയായിരുന്നു. എങ്ങനെയാണ് ദൈവത്തിൻ്റെ മശിഹ മരത്തിൽ തൂങ്ങുന്നത്? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഇനി നമുക്കൊരു കാര്യം ചിന്തിച്ചു നോക്കാം. ശരിക്കും ആരാ യേശുവിനെ ക്രൂശിച്ചത്? നമുക്ക് പല ആൻസേഴ്സ് കിട്ടും അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കാം, ആരാ യേശുവിനെ ശരിക്കും ക്രൂശിക്കാനിടയെ? നമുക്കൊന്ന് പെട്ടെന്ന് നമുക്ക് ഗോസ്പൽ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാവുന്ന ചില സംഗതി. ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് ജൂയിഷ് റിലീജിയസ് ലീഡേഴ്സാണ്, യഹൂദന്മാരുടെ മത നേതാക്കന്മാർ. യേശു കർത്താവ് പബ്ലിക് മിനിസ്ട്രി തുടങ്ങിയ കാലം മുതൽ യേശുവിനെതിരെ നിൽക്കുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് നമ്മൾ ഈ റിലീജിയസ് ലീഡേഴ്സിനെ കാണുന്നത്. നമ്മളിങ്ങനെ ചിന്തിച്ച് നോക്കുക, തൻ്റെ പിതാവിൻ്റെ ന്യായപ്രമാണം തോറ അത് പഠിപ്പിക്കുന്ന, അത് പാലിക്കാൻ ശ്രമിച്ച പരീശന്മാർ, ശാസ്ത്രിമാർ, അവർ തന്നെയാണ് യേശുവിനെതിരെ നിൽക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. തോറയെ ദുരുപയോഗം ചെയ്ത അവരെ നോക്കി യേശു വിളിച്ചു വെള്ള തേച്ച ശവക്കല്ലറകളെ എന്നല്ലേ. വിശ്വാസത്തിൻ്റെ മറപിടിച്ച് ജനങ്ങളെ ചൂഷണം ചെയ്യുകയും അല്ലേ, പുറമേ മാത്രം വിശ്വാസവും ഉള്ളിൽ ദയയില്ല, കരുണയില്ല, സ്നേഹമില്ല, വിശ്വസ്തതയില്ലാത്ത ഇവരെ നോക്കി യേശു അവരുടെ കുറ്റങ്ങളെ പറഞ്ഞപ്പോൾ അവർക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഏറ്റവും നമുക്കറിയാവുന്നത്, യേശുവിന് എതിരെ അവസാനം ഏറ്റവും ശക്തമായിട്ട് വന്നത് ആ സ്ഥലത്തെ മഹാപുരോഹിതനാണ്. ആ വർഷത്തെ മഹാപുരോഹിതനായ കയ്യഫാവും തൻ്റെ അമ്മായിയപ്പനായ ഹന്നാവും. കാരണം യേശു ചില ദിവസങ്ങൾക്ക് മുമ്പ് അവരുടെ യെരുശലേം ദേവാലയത്തിലെ മേശകളെ മറിച്ചിട്ടു എന്ന് പറഞ്ഞാൽ ദേവാലയം ഒരു ബിസിനസ്സാക്കിയ ഹന്നാവിൻ്റെയും കയ്യഫാവും ടോപ്പിലിരിക്കുന്നവരുടെ പിടിച്ചു കുലുക്കുന്നതായിരുന്നു യേശുവിൻ്റെ ആ മേശ മറിച്ചിടുക എന്ന് പറഞ്ഞ പ്രവൃത്തി. അപ്പോൾ അവർ അന്ന് തീരുമാനിച്ചു യേശുവിനെ അറസ്റ്റ് ചെയ്തിരിക്കും, ഇതിനിയും പോയാൽ ശരിയാവത്തില്ല. അവർ യെരുശലേം ദേവാലയം വെച്ചിട്ട് അവരുടെ പവർ മുഴുവൻ ബിൽഡ് ചെയ്തെടുത്ത സാമ്രാജ്യമാണ് അത്. ഈ നസ്രായൻ വന്ന് നശിപ്പിക്കാൻ അവർ ഇഷ്ടപ്പെട്ടില്ല. യേശുവിനെ യാതൊരു നീതിയും കൊടുക്കാതെ രാത്രിയിൽ അവർ അറസ്റ്റ് ചെയ്തെടുത്തല്ലേ. അപ്പം നമ്മൾ നോക്കുമ്പം ഏറ്റവും മെയിനായിട്ടൊരു കാരണക്കാരായിട്ട് വരുന്നത് ഈ ജൂയിഷ് റിലീജിയസ് ലീഡേഴ്സ് ആയിരുന്നു, മത നേതാക്കന്മാരായിരുന്നു. രണ്ടാമത് ആരായിരുന്നു കാരണക്കാരൻ നോക്കുവാണെങ്കിൽ ഇറ്റ്സ് ജൂദസ് ഇസ്കറിയാത്ത്. നമുക്കറിയാം അല്ലേ, യൂദാ ഇസ്കറിയാത്ത യേശുവിൻ്റെ കൂടെ നടന്ന് അല്ലേ, 3.5 വർഷക്കാലം തൻ്റെ കൂടെ നടന്ന് താൻ ട്രെയിൻ ചെയ്ത് തൻ്റെ കൂടെ എന്നും ഉണ്ടാകണമെന്ന് യേശു ആഗ്രഹിച്ച അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിലെ ഒരു വ്യക്തി തന്നെ അല്ലേ. ചില സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് 20 വെള്ളിക്കാശിന് വേണ്ടിയിട്ട് യേശുവിനെ ആ റിലീജിയസ് ലീഡേഴ്സിന് ഒറ്റിക്കൊടുക്കുകയാണ്. യേശുവിനെ ഒരു സ്നേഹ ചുംബനം കൊണ്ട് കാണിച്ചു കൊടുത്ത് യൂദാ ഇസ്കറിയാത്ത്. മൂന്നാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആരായിരിക്കും വരുന്നത് ആ സ്ഥാനത്ത്? പൊന്തിയോസ് പിലാത്തോസ്. യഹൂദനല്ല, ഇതൊരു റോമാക്കാരനായിട്ടുള്ള ഗവർണറാണ്. എവിടുത്തെയാണെന്നറിയാമോ? യഹൂദ എന്ന് പറയുന്ന പ്രദേശം. യഹൂദ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ തലസ്ഥാനമാണ് യെരുശലേം എന്ന് പറയുന്നത്. അവിടെയാണ് ദേവാലയം ഇരിക്കുന്നത്. അവിടെ റോമാക്കാർ ഭരിക്കുന്ന കാലത്ത് യഹൂദന്മാരെ ഗവേൺ ചെയ്യുവാനായിട്ട് അവർ അപ്പോയിൻറ്റ് ചെയ്ത ഗവർണറായിരുന്നു പൊന്തിയോസ് പിലാത്തോസ്. ഓക്കെ, പൊന്തിയോസ് പൈലറ്റ്. തിബര്യാസ് കൈസറാണ് അന്നത്തെ ചക്രവർത്തി. അദ്ദേഹമാണ് ഇദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്തത്. യഹൂദ റീജിയൻ എല്ലാം മേൽനോട്ടം നടത്താനുള്ള റോമൻ ലീഡർ. ഓക്കെ, റോമൻ ഗവർണറായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിന് യേശുവുമായിട്ട് ഒരു വ്യക്തിവൈരാഗ്യവും ഇല്ല, റോമാക്കാരനാണല്ലോ. ഓക്കെ, ഇദ്ദേഹം അവിടെ ഗവേൺ ചെയ്യുന്ന കാലം, ഇദ്ദേഹം ഭരിച്ചത് AD 26 മുതൽ
36 വരെയുള്ള 10 വർഷത്തെ കാലഘട്ടമാണ് ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു ദിവസം വെളുപ്പാങ്കാലത്ത് ഒരു കേസ് വരികയാണ്. അറസ്റ്റ് ചെയ്തുകൊണ്ട് മഹാപുരോഹിതൻ, ജൂയിഷ് ആയിട്ടുള്ള യഹൂദ മത നേതാക്കന്മാർ ഈ റോമാക്കാരനായ ഗവർണറിൻ്റെ മുമ്പിൽ ഒരു വ്യക്തിയെ കൊണ്ട് വന്നേക്കും. അതേ, ഞങ്ങളുടെ ആൾക്കാരെ വഴിതെറ്റിക്കുന്നു, സീസറിന് കരം കൊടുക്കരുതെന്ന് പറഞ്ഞു, നിങ്ങളുടെ ചക്രവർത്തിയായ കൈസറിനെതിരെ സംസാരിക്കുന്നു, ഇവൻ യഹൂദന്മാരുടെ രാജാവാണെന്ന് ഇവിടെ പറയുന്നു എന്ന് പറഞ്ഞ് കള്ളക്കേസും കൊണ്ട് പൊന്തിയോസ് പീലാത്തോസിന്റെ മുമ്പിൽ ഒരു മനുഷ്യനെ കൊണ്ട് നിർത്തിയേക്കുക. പൊന്തിയോസ് പീലാത്തോസ് ആ മുഖത്തോട്ട് നോക്കി. അദ്ദേഹം എന്തോരം ക്രിമിനൽസിനെ കാണുന്ന, എന്തോരം വധശിക്ഷകൾ നടപ്പാക്കിയിട്ടുള്ള ഈ ഗവർണർ യേശുവിനോട് സംസാരിച്ചു കഴിഞ്ഞിട്ട് ഗോസ്പൽ അക്കൗണ്ട്സിൽ തന്നെ 3 പ്രാവശ്യം പറയുന്നുണ്ട്, ഈ മനുഷ്യനിൽ ഞാനൊരു കുറ്റം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന് മനസ്സിലായി ഇത് നീതിമാനാണെന്ന്. പക്ഷേ എന്താ സംഭവിക്കുന്നത്? പൊന്തിയോസ് പീലാത്തോസ് യഹൂദ ആ പ്രദേശത്തിൻ്റെ ഗവർണറാണ്. യഹൂദ നേതാക്കന്മാരാണ് വന്നേക്കുന്നത് ഇവനെ ക്രൂശിക്കണം എന്ന് പറഞ്ഞിട്ട്. പറ്റില്ലെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലോക്കൽ ലീഡേഴ്സിൻ്റെ സപ്പോർട്ട് പോയി കഴിഞ്ഞ് ഇവർ വല്ലതും റിബൽ ചെയ്താൽ കൈസറിന് ഉത്തരം കൊടുക്കേണ്ടി വരും. തൻ്റെ അധികാരം പോകും. യഹൂദയിലുള്ള തൻ്റെ ആ ജോലി, ആ വലിയ പ്രസ്റ്റീജിയസ് പൊസിഷൻ, യഹൂദൻ ഗവർണർ എന്നുള്ള പൊസിഷൻ, ആ കസേരയ്ക്ക് ഇളക്കം തട്ടാൻ പാടില്ല. അപ്പം ഇത്തിരി കണ്ണടയ്ക്കാനായിട്ട് തീരുമാനിച്ച വ്യക്തിയാണ് ഈ പൊന്തിയോസ് പീലാത്തോസ്. പൊന്തിയോസ് പീലാത്തോസ് ആണ് ആദ്യം പറഞ്ഞത്, ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ടാണെങ്കിൽ ചാട്ടവാർ അടുപ്പിച്ചിട്ട് വിടാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ തൃപ്തരായില്ല. കൂടുതൽ അവർ ആർത്തു വിളിക്കാൻ തുടങ്ങി, ക്രൂശിക്കണം ക്രൂശിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവർ ആർത്തു വിളിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക്, അതിനു മുമ്പ് പൊന്തിയോസ് പീലാത്തോസ് വേറൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. പൊന്തിയോസ് പീലാത്തോസ് അറിഞ്ഞു യേശു താമസിച്ച പ്രദേശമായ ഗലീലയിലെ ഹെരോദ രാജാവ് അവിടെ വന്നിട്ടുണ്ടെന്ന്. യെരുശലേം ദേവാലയത്തിൽ പെസഹായുടെ സമയത്ത് പൊന്തിയോസും ഹെരോദ് രാജാവും കൂടെ അത്ര നല്ല ടേംസിലല്ലായിരുന്നു. ഒരു കാര്യം ചെയ്യാം, ഈ പുള്ളിയെ ഹെരോദാവ് വിസ്തരിച്ചോട്ടെ, ഞാൻ അങ്ങോട്ട് വിട്ടുതരുന്നു എന്നുള്ള രീതിയിൽ അതുവരെ ശത്രുക്കളായിരുന്ന ഇവർ ഒന്ന് കോംപ്രമൈസ് ആക്കാനും ഇതിൻ്റെ ഇടയിൽ, ഈ കേസിൻ്റെ ഇടയിൽ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നടക്കാതെ വന്നപ്പോഴത്തേക്ക് പൊന്തിയോസ് പീലാത്തോസ് അവസാനം ഒരു കാര്യം ചെയ്തു. ഒരു പാത്രത്തിൽ, നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ വാൺ ചെയ്തു, ആ നീതിമാൻ നിമിത്തം എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ കയ്യിൽ വെള്ളമെടുത്ത് പാത്രത്തിൽ കഴുകിയിട്ട് പറഞ്ഞു, ഞാനിതിന് രക്തത്തിന് ഉത്തരവാദിയല്ല എന്നുള്ള രീതിയിൽ കൈ കഴുകിയ വ്യക്തിയാണ് പൊന്തിയോസ് പീലാത്തോസ്. പക്ഷേ ഇദ്ദേഹമാണ് ഓർഡർ ഇടുന്നത് അവസാനം ക്രൂശിക്കാനായിട്ട്. സോ നമ്മൾ 3 ആൾക്കാരെ കണ്ടാരാ? യഹൂദ മത നേതാക്കന്മാർ യേശുവിൻ്റെ ക്രൂശീകരണത്തിന് ഉത്തരവാദികളായിരുന്നു. യൂദാസ് ഇസ്കരിയോത്ത്, മൂന്നാമത് പൊന്തിയോസ് പീലാത്തോസ്. അവിടെ തീരുവാണോ? അല്ല. അടുത്തത് ആരായിരുന്നു? യഹൂദ ജനം. എന്തുകൊണ്ടാണ് പൊന്തിയോസ് പീലാത്തോസ് അവസാനം എടുത്തത്? ജനം ആർക്കാൻ തുടങ്ങി, അവനെ ക്രൂശിക്കണം, അവനെ ക്രൂശിക്കണം. എന്തുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ യേശുവിനെതിരായെന്ന് വെച്ചാൽ നമ്മൾക്കറിയാവുന്ന കാര്യമാണ്. ചില ദിവസങ്ങൾക്ക് മുമ്പ് ഇവർ യേശുവിനെ ഹോശന്ന പാടി യെരുശലേമിലേക്ക് സ്വീകരിച്ച വലിയൊരു സമൂഹം അവിടെ യെരുശലേമിലുണ്ടായിരുന്നു. ഇവർ വിചാരിച്ചു റോമൻ ഭരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ പോകുന്ന പൊളിറ്റിക്കൽ ലീഡറാണ് യേശു എന്നാണ് വിചാരിച്ചത്. പക്ഷെ തങ്ങളുടെ പ്രതീക്ഷ അസ്ഥാനത്താന്ന് കണ്ടപ്പം യേശു കള്ളത്തരം പറഞ്ഞ രീതിയിൽ, യേശു ഞങ്ങളെ വഞ്ചിച്ചു എന്നുള്ള രീതിയിൽ ഇവർ യേശുവിനെതിരെ തിരിയുന്നതാണ്. അല്ലെങ്കിൽ മത നേതാക്കന്മാർ ഇവരെ തിരിക്കുകയാണ്. മിശിഹായാണെന്ന് അവകാശപ്പെടുന്ന കള്ളത്തരം പറഞ്ഞ മശിഹയാണെന്നുള്ള രീതി. അതുകൊണ്ടാണ് അവർ അത്രയും എതിരാകുന്നത്. ഇവർ ആർക്കാൻ തുടങ്ങി, അവനെ ക്രൂശിക്കണം, അവനെ ക്രൂശിക്കണം എന്ന് പറഞ്ഞ് വളരെ ആർക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് പൊന്തിയോസ് പീലാത്തോസ് ക്രൂശീകരിക്കാനായിട്ട് വിടുന്നത്, അല്ലേ? അടുത്തത് ദ റോമൻ സോൾജേഴ്സ്. ഈ റോമൻ സോൾജേഴ്സ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർക്കാർക്കും യേശുവിനെ ഡയറക്റ്റായിട്ട് അറിയത്തില്ല. യഹൂദന്മാരല്ല ഇവര് റോമാക്കാരാ. ഇവര് അന്യനാട്ടിൽ നിന്ന് റോമൻ ഭരണകൂടം ഇവിടെ ഭരിക്കുന്നതുകൊണ്ട് തങ്ങളുടെ ജോലി ചെയ്യാൻ പലസ്തീനിൻ്റെ പല ഭാഗത്ത് സ്റ്റേഷനിലായിരിക്കുന്ന റോമൻ പട്ടാളക്കാരാണ്. തങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ട് അവർ അനേകരെ കൊന്നിട്ടുണ്ട്, അനേകരെ ശിക്ഷിച്ചിട്ടുണ്ട്, അനേകരെ ക്രൂശിച്ചിട്ടുണ്ടാവും. പക്ഷെ അന്നത്തെ ദിവസം ഇവരുടെ അടുക്കൽ വന്നത് യേശുവാണ്. ഇവർക്ക് യേശുവിനെ കുറിച്ച് ഒന്നും അധികം അറിയത്തില്ല. പക്ഷെ ഇവർ കേട്ടു യേശു പറഞ്ഞു ഞാൻ രാജാവാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവരെ പരിഹസിക്കുന്നത്, അവർ തുപ്പുന്നത്, അടിക്കുന്നത്. എന്നാൽ ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്, ഇവർ ചെയ്യുന്നത്
എന്തെന്നറിയായികയാൽ. എന്തിനാണ് യേശുവിനെ ശിക്ഷിക്കുന്നതെന്ന് പോലും അവർക്കറിയില്ല. ഈ ശിക്ഷിക്കുന്നത് പോലും അവരുടെ ജോലിയുടെ ഭാഗമായിരുന്നു. ഈ റോമൻ സോൾജേഴ്സിന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അവരൊരു ജോലി ചെയ്യുകയാണ്. അവരുടെ അധികാരി ഓർഡർ ചെയ്ത്, അവരുടെ ശതാധിപൻ, അതായത് ഈ എക്സിക്യൂഷൻ ഡിസൈൻ ചെയ്ത സെഞ്ചുറിയൻ ശതാധിപൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞപ്പം അവർ വിശ്വസ്തരായിട്ട് ജോലി ചെയ്യുകയാണ്. യേശു കർത്താവ് പറഞ്ഞു, കർത്താവ് ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. അവര് യേശുവിൻ്റെ കാലിൽ ആണിയടിച്ചു, കയ്യിൽ ആണിയടിച്ചു, ആ ബോർഡ് ഒട്ടിച്ചു, ക്രൂശിച്ച് അവിടെ കടത്തി. എന്നാൽ ഇതൊക്കെ ഞാൻ പറഞ്ഞു, ഞാൻ 5 കൂട്ടരെ കാണിച്ചു തന്നല്ലേ. ഇവരൊക്കെ യേശുവിൻ്റെ ക്രൂശീകരണത്തിന് ഉത്തരവാദിയായിരുന്നു. പക്ഷേ നമ്മൾ ഈ ക്രൂശ് കാണുമ്പം നമ്മുടെ മനസ്സിലോട്ട് വരുന്ന എന്തിനാ യേശു കർത്താവ് മരിച്ചത്? യേശു കർത്താവ് തന്നെ പറഞ്ഞു, ഫോർ ഗോഡ് സോ ലവ് ദ വേൾഡ്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ ഫോളൻ വേൾഡിലുള്ള ഈവിൾ സിസ്റ്റംസ് ഉണ്ടായിരുന്നു, കറപ്റ്റഡ് സിസ്റ്റംസ് ഉണ്ടായിരുന്നു അല്ലേ. പക്ഷേ അതൊക്കെ അവിടെ നടന്നുവെങ്കിൽ പോലും അതിലൂടെ ഒരു ദൈവസ്നേഹത്തിൻ്റെ പ്രകടനം കർത്താവ് ആ ക്രൂശിൽ കാണിക്കുകയായിരുന്നു. ഇതിനെ എന്ത് പറയാമെന്ന് വെച്ചാൽ നമുക്ക് ഒറ്റ വാക്കി പറയാം, ഫോർ ഗോഡ് സോ ലവ് ദ വേൾഡ്. യേശു എന്തിനാ മരിച്ചത്? ദൈവം ലോകത്തെ അത്ര സ്നേഹിച്ചു അല്ലേ. കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. യേശു സ്നാനം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക്, സ്നാനത്തിനായി വരുമ്പോൾ യോഹന്നാൻ സ്നാപകൻ നോക്കിയിട്ട് പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ദൈവം യഹൂദ ജനതയിലൂടെ പഠിപ്പിച്ചൊരു കാര്യം, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. അതിന് സാക്രിഫൈസസ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു, അവർ കാണുന്നതാണ്. പക്ഷേ യോഹന്നാൻ സ്നാപകൻ നോക്കിയിട്ട് പറഞ്ഞു, ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ദൈവത്തിൻ്റെ നീതിയാണ് ആ ക്രോസിൽ വെളിപ്പെട്ടത്. അതുകൊണ്ട് 1 പത്രോസ് 3:18 ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്, പാപം മുഖാന്തരം ദൈവ സാന്നിധ്യത്തിൽ നിന്ന്, ദൈവ തേജസ്സിൽ നിന്ന് അകന്നു പോയ അല്ലെ, ഏദനിൽ വെച്ച് മനുഷ്യൻ പാപം ചെയ്ത ശേഷം അവൻ തന്നെ ദൈവസന്നിധിയിൽ നിന്ന് ഒളിക്കാൻ തുടങ്ങി. ദൈവത്തിൽ നിന്ന് അകന്നു പോയ മനുഷ്യനെ ദൈവത്തിലേക്ക് വീണ്ടും അടുപ്പിക്കേണ്ടതിന് മനുഷ്യർക്കും ദൈവത്തിനുമിടയിൽ മധ്യസ്ഥനായ യേശു കർത്താവ് അല്ലേ. ഇങ്ങനെ ആ പത്രോസിൻ്റെ വാക്യം പോകുന്നത്, നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ഹല്ലേലൂയ. ഇതാണ് ക്രിസ്തു വിശ്വാസത്തിൻ്റെ സെൻട്രൽ കാര്യമെന്ന് പറയുന്നത്. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടത് നീതിമാനായി, എൻ്റെ കൂടെ വായിച്ചേ, നീതി കെട്ടവർക്കും വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. ആരാണ് യേശുവിൻ്റെ മരണത്തിന് ഉത്തരവാദി എന്ന് പറഞ്ഞ് നമുക്ക് നേരത്തെ പറഞ്ഞവരെ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി കർത്താവ് പ്രകടിപ്പിച്ച ആ സ്നേഹമാണ്, ദൈവത്തിൻ്റെ നീതിയാണ് ആ ക്രൂശ് എന്നോർക്കുക. കർത്താവായ യേശുവിനെ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ ആ തലേ ദിവസം കർത്താവ് പെസഹ തൻ്റെ ശിഷ്യന്മാരുമൊത്ത് ആചരിക്കുമ്പോൾ കർത്താവ് അപ്പവും വീഞ്ഞും കയ്യിലെടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരം അല്ലേ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ രക്തം, എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യുവിൻ. ഓരോ ക്രിസ്തു ശിഷ്യനും അല്ലേ ഈ കർത്താവിൻ്റെ ആ ക്രൂശീകരണം തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന കാര്യമാണ് അല്ലേ. ഞാൻ പറഞ്ഞു, ഈ എക്സിക്യൂഷൻ്റെ അല്ലെങ്കിൽ ക്രൂസിഫിക്ഷൻ്റെ പല സ്റ്റേജസ് പറഞ്ഞു. ഞാൻ ഈ ഒരു റോമൻ പടയാളികളുടെ ഒരു കൂട്ടമായി ഇത് ചെയ്തത്. പക്ഷെ അവിടെ ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. നമുക്ക് യേശുവിനെ പലരും അനുഗമിച്ചതും യേശുവിനെ പലരും വിശ്വസിച്ച ഒത്തിരി സാക്ഷ്യങ്ങൾ നമ്മൾക്ക് വേദപുസ്തകത്തിലും അല്ലാതെയും അറിയാം. പക്ഷേ ഈ മനുഷ്യൻ്റേത് വളരെ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ ആ പ്രൊസീജിയർ, ചാട്ടുവാറടി തൊട്ട് ഇവിടെ തൂക്കി ഇടുന്നത് വരെയുള്ള പ്രൊസീജിയർ മേൽനോട്ടം വഹിച്ച ഒരു ശതാധിപൻ. പടയാളികൾ
നിങ്ങൾക്ക് ഇന്നത് ചെയ്യുമെന്ന് പറഞ്ഞ ആ മനുഷ്യൻ യേശു കർത്താവ് ആത്മാവിനെ വിടുന്നത് കണ്ടല്ലേ. വളരെ പല പല ക്രൂശീകരണം കണ്ടിട്ടുള്ള വ്യക്തിയാണ്. പലപ്പോഴും ഇങ്ങനെയാണ് പറയുന്നത്, ക്രൂശിക്കപ്പെടുന്ന സമയത്ത് അവിടെ കിടന്നുകൊണ്ട് ശപിക്കാറുണ്ട്. അത്ര ക്രൂരമായിട്ട് തങ്ങളോട് ചെയ്യുന്നത് കൊണ്ട് റോമാക്കാരെ അവർ ശപിക്കും. ഈ ക്രൂശിക്കപ്പെടുന്ന ആൾക്കാർ വളരെ ഒരു ഇതില്ലാതെ ചെയ്യുമ്പം, പിതാവേ എൻ്റെ ആത്മാവിനെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാം നിവർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് മരിച്ച ആ യേശു എന്ന നസ്രായനെ ഈ ശതാധിപൻ കാണുകയാണ്. പ്രകൃതിയിൽ സംഭവിച്ച വ്യത്യാസങ്ങൾ, അവിടെ ഉണ്ടായ കൂരിരുട്ട്, ആ ഒരു വ്യത്യാസങ്ങളെല്ലാം ഈ മനുഷ്യൻ കണ്ടിട്ട് ഈ ക്രൂശീകരണം, അതാണ് അതിൻ്റെ ഇത്. ആ ക്രൂശീകരണം മുഴുവൻ മേൽനോട്ടം വഹിച്ച സർവ അധികാരവുമുള്ള യേശുവിനെ ആ ക്രൂശിൽ ഇടാനുള്ള അധികാരം മുഴുവൻ ഉണ്ടായിരുന്ന ആ മനുഷ്യൻ അവിടെ മുട്ടുകുത്തിയിട്ട് പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്: ട്രൂലി ഹീ വാസ് ദ സൺ ഓഫ് ഗോഡ്. അവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനായിരുന്നു, അല്ലേ? ആ ക്രൂശ്, ഷുവർലി ദിസ് മാൻ വാസ് ദ സൺ ഓഫ് ഗോഡ്. ഇതൊരു റോമൻ ശതാധിപനായി പറഞ്ഞത്. ഇദ്ദേഹം പറയുന്നതിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. കാരണം റോമാക്കാർക്ക് അവരുടെ ചക്രവർത്തിമാരെന്ന് പറയുന്നത് ദൈവമായിട്ട് ആരാധിക്കുന്നതാ. പ്രത്യേകിച്ച് ജൂലിയസ് സീസർ, അവരുടെ ആ ഏൻഷ്യൻ റോമൻ എംപയറിനെ റിവൈവ് ചെയ്തെടുത്ത ജൂലിയസ് സീസർ എന്ന് പറഞ്ഞ വ്യക്തി അവർക്ക് ദൈവമായിരുന്നു. അവർ ദൈവമായിട്ടാണ് ആരാധിച്ചിരുന്നത്. ജൂലിയസ് സീസറിൻ്റെ അടുത്ത പുത്രൻ, വളർത്തുപുത്രൻ ഓഗസ്റ്റസ് സീസർ, അവർക്ക് ദൈവപുത്രനായിരുന്നു. ജൂലിയസ് സീസറിൻ്റെ മകനായതുകൊണ്ട്, വളർത്തുപുത്രനായതുകൊണ്ട് അത് ദൈവപുത്രനായിരുന്നു. അപ്പോൾ ഓരോ റോമാക്കാരനും ആരാധിക്കും ദൈവത്തെയും ദൈവപുത്രനെയും. അന്നത്തെ ചക്രവർത്തിയായ തിബര്യാസ് കൈസറിനെ ഇവർ ആരാധിക്കുന്നത് ദൈവപുത്രൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ശക്തി കൊണ്ട് ലോകം വെട്ടിപ്പിടിച്ച ചക്രവർത്തിമാരെ ആരാധിച്ചിരുന്ന സെഞ്ചൂറിയൻ, അദ്ദേഹം ലോകത്തിൻ്റെ നിയമങ്ങളെല്ലാം അന്യായമായിട്ട് ക്രൂശിക്കപ്പെട്ട് കടന്ന, അല്ലെ, ഏറ്റവും നിസ്സഹായനായി, ഏറ്റവും പരിഹസിക്കപ്പെടുന്ന, ഏറ്റവും നിന്ദ്യമെന്ന ആളുകൾക്ക് തോന്നി ആ ക്രൂശിൽ കടന്നപ്പം ആ സെഞ്ചൂറിയൻ, യേശുവിൻ്റെ ആ ക്രൂശീകരണം നടത്തിയ വ്യക്തി മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, ഷുവർലി he was the son of God. This man was the son of God. താൻ ഇത്രയും നാൾ ആരാധിച്ചവരല്ല, ഈ മനുഷ്യനാണ് ദൈവപുത്രൻ എന്ന് ഏറ്റു പറഞ്ഞു. റോമൻ വേൾഡിൽ അലക്സാമിനസിനെ പോലെ ഞാൻ പറഞ്ഞു, ഗ്രാഫിറ്റിയിൽ കളിയാക്കി വരച്ചല്ലേ അലക്സാമിനോസ് വർഷിപ്പ് ചെയ്യുന്ന ദൈവം. അവർ ഇൻസൾട്ട് ചെയ്തു. പക്ഷേ അന്നും അവർ ചേർത്ത് പിടിച്ചു നെഞ്ചോട് ഈ ക്രൂശിനെ. എന്നിട്ട് പറഞ്ഞു, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഇത് ഭോഷത്വമെങ്കിലും രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവശക്തിയുമാകുന്നു. ഈ ക്രൂശിൻ്റെ വചനം നമ്മളെ ഓരോരുത്തരെയും നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും കൂടുതൽ ഉറപ്പുള്ളവരായിരിക്കാനും സഹായിക്കുകയും ചെയ്യട്ടെ. ഗോഡ് ബ്ലെസ് യു.